മരണത്തിന്റെ മണമുള്ള, നഷ്ടങ്ങളുടെ നെടുവീർപ്പുള്ള, ഒറ്റപ്പെടലിന്റെ വിങ്ങലുള്ള, ഒരു വേനലിനും മായ്ക്കാനാവാത്ത മഞ്ഞു മൂടിയ വയനാടിന്റെ ബാക്കിപത്രം ഇവിടെയാണ്, ഈ ചാലിയാർ പുഴയിൽ. വിങ്ങി വിങ്ങിയാണ് ഇന്ന് ചാലിയാർ ഒഴുകുന്നത്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ജീവനും ജീവിതവും അവസാനിച്ച് കിലോമീറ്ററുകൾക്കിപ്പുറം ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ, കൈകാലുകൾ മുറിഞ്ഞ് തലയോട്ടി പിളർന്ന് ആന്തരികാവയവങ്ങൾ മാത്രമായി, അങ്ങനെ പ്രിയപ്പെട്ടവർക്കൊന്ന് തിരിച്ചറിയാൻ പോലുമാവാത്ത വിധം ശേഷിപ്പുകൾ മാത്രമായി. പ്രതീക്ഷ പറ്റിയ കണ്ണുകളുമായി ഇവരെ കാത്തിരിക്കാൻ വയനാട്ടിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. വയനാടിനെ പോലെ ഇന്നീ നാടും ചാലിയാറും വിങ്ങുകയാണ്. മുൻപുണ്ടായിട്ടില്ലാത്ത വിധം ചാലിയാറിൽ മലവെള്ളം ഇങ്ങനെ ഇരച്ചെത്തിയത്, മൃതദേഹങ്ങൾ കുന്നുകൂടിയത് വേദനയോടെ, കണ്ണീരോടെയല്ലാതെ എങ്ങനെയാണ് ഈ നാട്ടുകാർ വിവരിക്കേണ്ടത്? ഒരു നാട്ടിലും ഒരു മനുഷ്യനും ഈ അവസ്ഥ ഉണ്ടാവില്ലേ? പ്രാർത്ഥനകളിൽ വയനാടിനെ മാത്രമല്ല, ലോകത്തുള്ളവരെ മുഴുവൻ ഓർത്തെടുക്കുന്നുണ്ട് ചാലിയാർ പുഴക്കരയിലെ ഒപ്പം നമ്മുടെ അർജുനെയും. കണ്ടപ്പോൾ ഭയങ്കര വിഷമമാണ്, സങ്കടത്തിലാണ്. എന്താ ചെയ്യണേ? നമുക്ക് അള്ള വീച്ചതൊക്കെ നമുക്ക് വരട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അള്ളഹാനോട് നമ്മൾ ദയ ചെയ്യുന്നുണ്ട്, 5 10 അള്ളാഹുവിനോട് ദയ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെക്കട്ടെ, ഒരു നാട്ടിലും ഇല്ലാതെക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ അർജുന്റെ കാര്യം ഇനി വലിയ കാര്യം വന്നത്, അർജുന്റെ കാര്യമൊക്കെ ഇത് വന്നപ്പോൾ അർജുന്റെ കാര്യമൊന്നും നിസ്സാരായി കിടക്കുകയാണ് ഇപ്പോൾ. ാണ് പോന്നതാണ്. നീലൊക്കെ തെരഞ്ഞീന് ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെ ഈ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് മേലെ നിന്ന് കിട്ടിയിരിക്കണം, പിന്നെ അടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. നമുക്കത് തരുമ്പോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ്. എന്താ ചെയ്യാ? ആദ്യ ദിവസം മുതൽ ചാലിയാർ പുഴയിൽ ഓരോ കടവിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായി പോലീസിനും ഫയർഫോഴ്സിനും നേവിക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം ഈ നാട്ടുകാരുണ്ട്. കയ്യിൽ കിട്ടുന്ന വടിയും വാക്കത്തിയുമായി ഇന്നും അവർ തിരയുകയാണ്. ഒരു പരിചയവുമില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി രാപ്പകലില്ലാതെ നിസ്വാർത്ഥമായി. രാവിലെ നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലൊന്നും ഇരിക്കാൻ കഴിയില്ല. വെറുതെ ഇങ്ങനെ ഇവിടെയൊക്കെ എത്രയോ തവണ തെരഞ്ഞാണ്, എന്നാലും വീണ്ടും തെരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. കാരണം ഇത് പിന്നെ അവസാനിക്കുന്നത് വരെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല. ഇപ്പം എന്താ വെച്ചാൽ ജീർണിച്ച ബോഡികളൊക്കെയാണ് കിട്ടുന്നത്. അപ്പം അത് മണലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മണല് ചെറിയ പിന്നെ പൊട്ടി നിൽക്കുമ്പോൾ അതിലുണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം തെരഞ്ഞു നോക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഇതിൽ തന്നെയാണ് മൊത്തം ആളുകളും, പിന്നെ നമ്മളെ ഈ പഞ്ചായത്തിലെ മൊത്തം ആളുകളും ഇതിന്റെ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ പുഴക്കക്കരെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരായ മുണ്ടേരി വനമേഖലയിലെ ആദിവാസികളും വയനാട്ടിലെ ജനങ്ങളെ മറന്നിട്ടില്ല. പാലം തകർന്നതോടെ ജങ്കാറുകൾ കെട്ടി തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇന്ന് ഇവരുമുണ്ട്. എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും ചാലിയാർ പുഴയിലെ മുക്കിലും മൂലയിലും ഇനിയും തിരച്ചിൽ തുടരും. മണ്ണിനടിയിലും മരങ്ങൾക്കിടയിലും ജീർണിച്ചും കൈകാലുകൾ മാത്രമായുമൊക്കെ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നും ഇവർ ആലോചിക്കുന്നില്ല. നമ്മുടെ നാട് ഇങ്ങനെയാണ്. ഒരാപത്ത് വരുമ്പോൾ ചേർന്ന് നിൽക്കും. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല.
നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ധാരാളമുണ്ട്. അത് കേരളത്തിലൊരു പ്രത്യേകതയാണല്ലോ. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടെങ്കിൽ പാഞ്ഞെത്തുക, എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അനുസരിച്ച് നടന്നിരിക്കുന്നുണ്ട്. പെയ്തു തോരാത്ത എല്ലാ പേമാരിയും കണ്ണീർ കണങ്ങളും വന്നടിഞ്ഞ് ചാലിയാർ വീണ്ടും കുത്തിയൊഴുകുകയാണ്. കേരളമൊന്നാകെ ഉള്ളുപൊട്ടി വിങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ വയനാടിനൊപ്പം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.